ജയ് ഗണേഷ്. ഈ ഒരു സിനിമ റിലീസായ സമയം കൊണ്ട് മാത്രം വേണ്ടത്ര അപ്രിസിയേഷൻ കിട്ടാതെ പോയൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇത് റിലീസാവുന്നത് ആവേശത്തിൻ്റെയും വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെയും കൂടെയാണ്. ആ രണ്ട് സിനിമ കാരണം ഈ സിനിമയ്ക്ക് വേണ്ടത്ര റീച്ച് കിട്ടിയില്ല എന്നാണ്, തിയേറ്റർ പോലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഭയങ്കര വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമേ ഈ ഒരു സിനിമ റിലീസായിട്ടുള്ളായിരുന്നു. പക്ഷേ നല്ലൊരു സിനിമ, നമ്മൾ OTT-യിലാണെങ്കിലും കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു സിനിമ കണ്ടൊരു ഫീലാണ് ഇത് കണ്ടപ്പോൾ കിട്ടിയത്. ഇതിപ്പം മനോരമ മാക്സിൽ വന്നിട്ടുണ്ട്, പ്രൈമിലും ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. ഉണ്ണിമുകുന്ദനാണ് ലീഡിങ് റോൾ ചെയ്തിട്ടുള്ളത്. പ്രൊഡ്യൂസറായിട്ടും ഉണ്ണിമുകുന്ദൻ തന്നെയാണ്. ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ടുള്ള ഗണേശൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഹാൻഡിക്യാപ്ഡാണ്. ഒരു ആക്സിഡൻറ്റിൽ അരയ്ക്ക് താഴോട്ട് തളർന്നു പോകുന്നു. പുള്ളി നടത്തുന്ന ഒരു പുള്ളി ഒരു കോമിക് എഴുതുന്നു, അല്ലെങ്കിൽ ജയ് ഗണേഷ് എന്ന് പറയുന്ന ഒരു കോമിക് എഴുതുന്നു. പക്ഷേ അതെല്ലാം നമ്മളുടെ നാട്ടിലെ റിയൽ കേസസ് വെച്ചിട്ട് പുള്ളി അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. പുള്ളി ഒരു എത്തിക്കൽ ഹാക്കറാണ്. കാല് ഭയങ്കര അരയ്ക്ക് താഴെ വയ്യെങ്കിലും പുള്ളി ആ ഒരു രീതിയിൽ പുള്ളിയുടെ കോമിക് ക്യാരക്ടർ ഭയങ്കര ഇതേപോലെ തന്നെ ഹാൻഡിക്യാപ്ഡായിട്ടുള്ളൊരു ക്യാരക്ടറിന് സൂപ്പർ പവർ കിട്ടുന്നതൊക്കെയാണ്. അപ്പം അത് എങ്ങനെ ആ ഒരു സാധനം കിട്ടുന്നു, ഈ ഒരു ക്യാരക്ടറും ഈ ഒരു സൂപ്പർ ഹീറോ കോമിക്കും തമ്മിലുള്ള റിലേഷൻ എന്താണ്, പുള്ളി എങ്ങനെയാണ് എഴുതുന്നത്. പുള്ളി റിയൽ കേസസ് വെച്ചിട്ട്, അതായത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന റിയൽ കേസസിനെ ഒരു സൂപ്പർ ഹീറോ ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെയാണ് ശ്രമിക്കുന്നത്. എന്നാലും ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അവിടെ നിന്നിട്ട് പുള്ളി ഓരോ കേസസിനെ ഹാൻഡിൽ ചെയ്യുന്നു. അങ്ങനെ താമസിക്കുന്ന ഫ്ലാറ്റിലെ അവിടുത്തെ ഒരു MLA കറപ്റ്റഡായിട്ടുള്ള MLA-യുടെ മകനെ ഒരാൾ തട്ടിക്കൊണ്ട് പോകുന്നു. അപ്പം ആ മിസ്സിങ് ആയിട്ടുള്ള ചൈൽഡിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നു നമ്മുടെ ഗണേശൻ എന്നുള്ളതാണ് ഈ ഒരു സിനിമ കാണിച്ചു പോകുന്നത്. അടിപൊളി ട്വിസ്റ്റ് സീനുകളും ഭയങ്കര എഡ്ജ് ഓഫ് ദ സീറ്റ് സാധനങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ഒരു സമയമാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എവിടെയാണ് ഈ കുട്ടി, ഒരു രക്ഷയിൽ ഇതിനെ കണ്ടുപിടിക്കാനായിട്ടൊരു ഒരു ഇൻഡ് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് നമ്മളുടെ ഗണേശൻ ഈ ഒരു കുട്ടിയെ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു സിനിമ കാണിച്ചു പോകുന്നത്. അടിപൊളി മേക്കിങ്. എനിക്ക് തോന്നിയത് ഈ ഒരു സിനിമ വേറെ ഏത് ടൈമിലും, അതായത് ഇത്രയും നല്ല രണ്ട് സിനിമകൾ റിലീസാവുന്ന ടൈമിലല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം കിട്ടിയതിൽ കൂടുതൽ റീച്ച് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയേനെ, കളക്ഷൻ കിട്ടിയേനെ, തിയേറ്ററിൽ കിട്ടിയേനെ. ഈ രണ്ട് സിനിമകൾ കാരണം ഈ ഒരു സിനിമ അണ്ടർറേറ്റഡ് ആയി പോയിട്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഇത് മറ്റേ രണ്ട് സിനിമയും വെച്ചിട്ട് ഈ ഒരു സിനിമ കുറച്ച് താഴെ നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ആ രണ്ട് സിനിമയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നൊരു സിനിമയായിട്ട് കൂടി പറയേണ്ടത്ര അപ്രീസിയേഷൻ കിട്ടാതെ പോയി എന്നുള്ളത് മേ ബി ഉണ്ണിമുകുന്ദൻ ആയതുകൊണ്ടായിരിക്കാം, ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു സ്റ്റാർ വാല്യൂ കൊണ്ടായിരിക്കാം അതിനങ്ങനെ ആയിപ്പോയത്. എന്തായാലും ഇതിനകത്തെ നായിക മഹിമ നമ്പ്യാർ വലിയ റോളൊന്നുമില്ല, ചെറിയൊരു സൈഡ് റോൾ മാത്രമേ ഉള്ളൂ. അത് ഈ ഒരു ക്യാരക്ടറിന് ഭയങ്കര സപ്പോർട്ടായിട്ട് അങ്ങനെയൊന്നുമില്ല. ഒരു നായിക കഥാപാത്രം എന്നൊന്നും പറയാനായിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നും ഇല്ല. ഒരു സൈഡ് റോളെന്ന് വേണമെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ഉണ്ണിമുകുന്ദൻ്റെ പെർഫോമൻസ് അതും ഗംഭീര പെർഫോമൻസാണ്. ഹാൻഡിക്യാപ്ഡാണ് ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങനെ ഉണ്ണിമുകുന്ദൻ സിനിമ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് മറ്റേ സിനിമയാണ് മറ്റേ സിനിമയുടെ പേരെന്തായിരുന്നു, മറ്റേ ശബരിമല സാധനം, അതാണ് റിലീസായത് അല്ലേ? അത് കഴിഞ്ഞിട്ടൊന്നും റിലീസായില്ല. അതിൻ്റെ പേരെന്തായിരുന്നു, മാളികപ്പുറമാണ് റിലീസായത്. അത് 100 കോടി എന്തായിട്ടുണ്ടായിരുന്നല്ലോ. അതിന് ശേഷമാണ് ഈ ഒരു സിനിമ വരുന്നത്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഇവർ റിലീസ് ചെയ്യുന്നത് ഒരു 2 വീക്ക് മാറ്റി റിലീസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് കുറച്ചും കൂടി റീച്ച് കിട്ടിയാനെ. പക്ഷേ ഇവർ കോമ്പറ്റീഷനായിട്ട് ഇറക്കിയതാണ്, അങ്ങനെയാണ് വാളിപ്പോയത്. എന്തായാലും ഒരു IT-യിൽ വർക്ക് ചെയ്യുന്ന ഒരു എത്തിക്കൽ ഹാക്കർ എങ്ങനെ ഇതൊക്കെ ഡീൽ ചെയ്യുന്നു, പ്രത്യേകിച്ച് ഹാൻഡിക്യാപ്ഡാണ്. ഇതിനകത്ത് കുറേ ക്ലൈമാക്സിലൊക്കെ വരുമ്പോൾ കുറേ കിടിലൻ സീനുകളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള സാധനങ്ങൾ തരുമല്ലോ. ആ ഒരു ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനത്തിന് കിട്ടുന്ന വൈബ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, തിയേറ്ററിൽ ഇതിന് വേണ്ടത്ര റീച്ച് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് ഇതിനെന്തോരം ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ട് എന്നുള്ളത് വന്നിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മേ ബി പ്രൊഡ്യൂസർക്ക് ഒരു നഷ്ടം ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ഒരുപാട് വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ലോജിക്കലി ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. അതായത് ഓക്കെ ഇതെങ്ങനെ വന്നു എന്ന് ലോജിക്കലി ഒന്നും ചിന്തിക്കരുത്. ഒരു സിനിമ കാണുന്ന, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണുന്ന ആ ഒരു തോട്ട് പ്രോസസ്സിലിരുന്ന് കാണുകയാണെങ്കിൽ ഈ സിനിമ ഗംഭീര എക്സ്പീരിയൻസ് ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും എനിക്ക് ഇത് കണ്ടപ്പം ഗംഭീര എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് വിളിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. ഇതിപ്പം മനോരമ മാക്സിലുണ്ട്, അല്ലെങ്കിൽ പ്രൈമിൽ പോയി കാണുക. നല്ലൊരു സിനിമയാണ്, നന്നായിട്ട് തന്നെ പറയണം, നല്ലൊരു സിനിമയാണ്. അതുകൊണ്ട് പോയി കാണുക.